ഹലോ ഗൈസ്, SMS ഗെയിനറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നേപ്പാൾ ഭൂട്ടാൻ ക്യാൻസൽ ചെയ്തും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ ആദ്യം വീട്ടിലെത്തിയിട്ട് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള പറമ്പിലാട്ടോ. നല്ല കിളികളുടെ എന്താ പറയുക, കളകളാരവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാക്കറ്റും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നേരെ കൊണ്ടുപോയി സർഫിലിട്ട്, കൊണ്ടുപോയ സാധനം മുഴുവൻ സർഫിലിട്ട് അതൊക്കെ തിരുമ്പി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ചെയ്ത പരിപാടി ഹെൽമെറ്റ് മുഴുവനായിട്ടും അതിൻ്റെ കുഷനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒന്ന് റീപെയിൻ്റ് അടിച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു ഭ്രാന്തുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഹെൽമെറ്റ് ഇങ്ങനെ റീപെയിൻ്റ് അടിക്കും. അപ്പോൾ കുറേ ആൾക്കാരിനോട് ചോദിച്ചിരുന്നു, യൂട്യൂബിലൊന്നും അല്ല കേട്ടോ, എന്നോട് സ്റ്റാറ്റസിലായിട്ടും ഇൻസ്റ്റഗ്രാമിലായിട്ടും എന്നോട് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഈ എൻ്റെ ഹെൽമെറ്റ് ബ്ലാക്ക് കളറാക്കിയത്. ശരിക്കും ഷാർക്കി ഹെൽമെറ്റാണ്. ഷാർക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആക്സോറിൻ്റെ ഷാർക്കി ഹെൽമെറ്റിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക്, ഇത് യാത്രനെ കുറിച്ചല്ല. അപ്പോൾ പിന്നെ ഹെൽമെറ്റിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, വെനമോസ്, ഷാർക്കി, അതേമാതിരി 2-3 ഓപ്ഷൻസാണ് ആക്സോറിൻ്റെ ഹെൽമെറ്റ്സിനുള്ളത്. അപ്പോൾ അതിൽ ആ ഷാർക്കി എന്ന് പറഞ്ഞത് നമ്മളെ ഒരു സ്രാവിൻ്റെ മാതിരി പല്ലക്കുള്ള ഒരു ഐറ്റംസ് ആയിരുന്നു. ഞാൻ വാങ്ങിയപ്പോൾ നല്ല മൂടായിരുന്നു കേട്ടോ. പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതിനോടുള്ള താല്പര്യം പോയി. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ബ്ലാക്ക് അടിച്ച്, എന്നിട്ട് ഒരു നീല വൈസറും വാങ്ങി സാധനം സെറ്റാക്കിയിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് പെയിൻ്റ് അടിച്ചതെന്ന് പല ആൾക്കാരും ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ വരുന്ന സാധനം ഇതാ, അത് കണ്ട നിങ്ങൾ 120-ൻ്റെ ഇതിൻ്റെ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പേരെന്ന് പറഞ്ഞത് ഇതാ 120-ൻ്റെ സാധനമാണ്. കടയിൽ പോയിട്ട് ഞാൻ അങ്ങനെ തന്നെ വാങ്ങിയതാണ്, ഏറ്റവും ലോ ക്വാളിറ്റി. ഇതാ 120 കണ്ടല്ലോ നിങ്ങൾ. ഈ 120-ൻ്റെ സാധനമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനി ഇതെന്ത് ചെയ്യുക, ഇതിങ്ങനെ ഒരതി ഞാൻ അത്യാവശ്യം ഒരതിയിട്ടുണ്ട്, കുറച്ചും കൂടി ഒരതാനുണ്ട്. ഇതാ ഇതിങ്ങനെ ഒരതിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിങ്ങനെ ഞാൻ ഒരതി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം ഇനി കാണിച്ചു തരാം കേട്ടോ. മൊത്തമായിട്ടൊന്ന് ഒരതി കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇനി കാണിച്ചു. ഫൈനലി ഞാനിത് ഒരതി കഴിഞ്ഞു. ഇതാ നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഈ റെഡൊക്കെ ഇതിൻ്റെ ഇതാണ്, ഒറിജിനൽ പെയിൻ്റാണ്. ഇത് ശരിക്കും ഷാർക്കി ആയിരുന്നു ഹെൽമെറ്റ്. ഞാൻ പിന്നെ അത് ബ്ലാക്ക് ആക്കാൻ പൂതിയായപ്പോൾ ഞാൻ ഇതിന് മേലെ കൂടി ഒരു 1-2 വട്ടം പെയിൻ്റ് അടിച്ചിരുന്നു. അതുകൊണ്ടാണത്. ഇപ്പോൾ ഏതായാലും ഞാനിതുമുള്ള അത്യാവശ്യം കളയാൻ കഴിയുന്നതൊക്കെ ഞാൻ കളഞ്ഞു. ഓക്കെ, ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇനി സ്ട്രാപ്പ് ഒട്ടിക്കണം. ഇതിൻ്റെ ഹോളുകളുള്ള ഭാഗത്ത് സ്ട്രാപ്പ് ഒട്ടിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ, അത് പെയിൻ്റ് അടിക്കുന്ന ടൈമിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാനാണ്. കാരണം ആ സ്ട്രാപ്പ് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഹോളുകൾ, അതുപോലെ തന്നെ ഈ മേലത്തെ ഹോളുകൾ, ഇതൊക്കെ പെയിൻറ്റിൻ്റെ അതിനുള്ളിലേക്ക് കയറി പോകും. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ റബ്ബർ പോർഷനാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിലൊക്കെ പെയിൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണ്ണെടുത്ത് തുടക്കേണ്ടി വരും ആ സാധനം പോകാൻ. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇനി ഇത് ആദ്യം സ്ട്രാപ്പ് ഇടുക, അത് കഴിഞ്ഞതിന് ശേഷം പെയിൻ്റ് അടിക്കുക. ഓക്കെ, ഇനി ഞാൻ സ്ട്രാപ്പ് ഇടട്ടെ. സ്ട്രാപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത പോർഷൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാ, ഇനി ഒട്ടിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഞാൻ ഒട്ടിച്ച്. ഇത് കണ്ടല്ലോ, ഇതൊന്നും പെയിൻറ്റ് ആകാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ്. കാരണം പെയിൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു കമ്പനി പെയിൻറ്റ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സ്നാപ്പിൽ പോയി പോകും. അപ്പം അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ പെയിൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പോകൂല. അങ്ങനത്തെ ചില സ്ഥലങ്ങൾ, ഇതാ ഈ എയർ കയറുന്ന പ്ലേസ്, ഇതാ ഇതിന് ടോട്ടൽ 4 പ്ലേസാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഉള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഉള്ളിലുള്ള കുഷൻ നിങ്ങൾ ഊരണം. കുഷൻ ഊരിയിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇതിനുള്ളിലുള്ള കുഷൻ നമ്മൾ ഏതൊരു ഹെൽമെറ്റ് ആണെങ്കിലും അത് വാഷിങ് പറ്റുന്ന ഹെൽമെറ്റാണ്. ഓക്കെ, അപ്പം ഇനിയത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇനി നേരെ പെയിൻ്റ് അടിക്കാം. ഇനി നേരെ ഒറ്റ പെയിൻ്റ് പെയിൻ്റ് ഇതാ കിടക്കുന്നത്. ഇനി നേരെ എടുക്കുക, നേരെ പോയിട്ട് പെയിൻ്റ് അടിക്കാം. ഓക്കെ, നോക്കട്ടെ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യണം, എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് പെയിൻ്റ് അടിക്കണം. ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കഴുത്തിന് കൊടുത്തിട്ടാണ് കേട്ടോ പെയിൻ്റ് അടിക്കാൻ പോകാനുള്ളത്. പിന്നെ ചെയ്യേണ്ട ഒരു പരിപാടി, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പേപ്പർ കയറ്റി വെക്കണം. എന്തിനാറില്ല, പെയിൻ്റ് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ. പിന്നെ ഇവിടെയും ഒരു പേപ്പറിൻ്റെ പീസ് നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് എല്ലാം സെറ്റായിട്ട് ഈ ഒരു പേപ്പറിൻ്റെ ഉള്ളിലേക്ക് അയക്കണം കേട്ടോ. ഈ നമ്മുടെ സ്ട്രാപ്പുകൾ ഉണ്ടല്ലോ, അതൊക്കെ. ഇനി നേരെ ഇപ്പോൾ ഇതാണ് അവസ്ഥ. എൻ്റെ അടുത്തൊരു പുതിയ കുപ്പിയുണ്ട്, ഒരു പഴയ കുപ്പിയുണ്ട്. പഴയത് കൊണ്ടിട്ടെ, പുതിയതാണ് ഇപ്പോൾ ആവശ്യം. നേരെ പെയിൻ്റ് അടി പരിപാടിയിലേക്ക് ആകെ മുഖം ഒന്ന് കെട്ടണം. ഞാൻ മുഖം ഒന്ന് കെട്ടി, കാരണം എന്താ, ഇത് പെയിൻ്റാണ്, ഊപ്പാടളകി പോകും. അതുകൊണ്ട് അപ്പം
നോക്കാം. ഓക്കെ, ഫസ്റ്റ് റെഡി ആയിട്ടോ. ഇതാണ് അവസ്ഥ. വൈസർ കൊടുക്കാൻ കുറച്ച് പണി പെട്ട് ഞാൻ, ഒന്നുമല്ല കുറച്ച് കാലമായല്ലോ അതുകൊണ്ട്. അപ്പം ഉള്ളിലുള്ള കുഷനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത്, എന്താ ഉള്ളിലുള്ള കുഷനും സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി. ഇനി കുറച്ച് നേരം വെയിലുണ്ടോട്ടെ. അപ്പോൾ ഓക്കെ, ഹെൽമെറ്റ് റെഡി. സംഭവം ഒരു വെനമിൻ്റെ കോലൊക്കെ ഉണ്ടെങ്കിലും സാധനം കുറച്ചും കൂടി പണിയുണ്ട്. ഇവിടെ സാധനങ്ങൾ ഫിറ്റ് ചെയ്തില്ല, ഇവിടെ എയറിൻ്റെ സാധനം ഫിറ്റ് ചെയ്തില്ല, ഇവിടെയും ഫിറ്റ് ചെയ്തില്ല. അപ്പോൾ അതും കൂടി ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ, അതാണ് സംഭവം. ടോട്ടലായിട്ട് എൻ്റെ ഹെൽമെറ്റിൻ്റെ രൂപം ഇപ്പോൾ അതാണ് സംഭവം. ഞാൻ ഫുൾ ബ്ലാക്ക് അടിച്ചത്, പക്ഷേ അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയും ഞാനൊരു 2 ദിവസം ആ സാധനം ഉണങ്ങാൻ വെച്ച സമയത്ത് കുറേ പ്രാണികളും കാര്യങ്ങളൊക്കെ അതിന് മേലെ കയറി. അങ്ങനെ പ്രാണികൾ കയറിയ സമയത്ത് അതിന്മേൽ കുറേ കുത്തും പുള്ളിയൊക്കെ വന്നുപോയി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതൊരു സ്പൈഡർമാൻ്റെ മാതിരി കുറേ വരച്ച് അതിന്മേൽ, എന്നിട്ട് ഞാൻ മോഡൽ അങ്ങോട്ട് മാറ്റി. അതാണ് സംഭവം. ഒരു പണിയില്ല, സിമ്പിളാണ്.
ഞാൻ ആ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഒരതി, എന്നിട്ട് അതൊന്ന് വൃത്തിയാക്കി, പിന്നെ ആ കുഷൻസും കാര്യങ്ങളൊക്കെ ഊരി, എന്നിട്ട് സാധാ നോർമലായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന 100 രൂപൻ്റെ പെയിൻ്റാണ് ആ സംഭവമാണ് അടിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാം വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അത് ചോദിച്ച കാരണം കൊണ്ട് ആദ്യം തന്നെ വന്നിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നേരിട്ടിട്ടേക്കാണ്. ഇനി നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ കൗണ്ടും എത്ര രൂപയായി, പെട്രോള് കാര്യങ്ങളൊക്കെ ഓൺ ദി വേ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ SMS ഗെയിനറിൻ്റെ യൂട്യൂബ് ചാനൽ, ഈ ചാനൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ തൊട്ടടിയിലുള്ള ആ ഒരു ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, അപ്പോൾ SMS ഗെയിനറുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ SMS ഗെയിനർ.